ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മലയാള ഭാഷയിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതുകയായിരുന്നു, ഞാൻ എഴുതുകയായിരുന്നു, അവൻ എഴുതുകയായിരുന്നു, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അതാണ് ഇന്ന് നാം ക്ലാസ്സിൽ കാണുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് പറയുന്നത്. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ഈ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല. സ്കൂൾ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ പേരൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ഭാഷ പഠിക്കാൻ വേണ്ടി ഈ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ വാചകം എങ്ങനെ ഉണ്ടാക്കുന്നു അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ ഭാഗങ്ങളാണ് ഒന്ന് സബ്ജക്റ്റ് അല്ലെ. ആദ്യം സബ്ജക്റ്റ് വയ്ക്കും. സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, ഞാൻ എഴുതുകയായിരുന്നു. ആരാണ് സബ്ജക്റ്റ്? ഞാൻ. അവൻ എഴുതുകയായിരുന്നു. ആ വാചകത്തിലെ സബ്ജക്റ്റ് ആരാണ്? അവൻ. ആ സബ്ജക്റ്റ് ആദ്യം വയ്ക്കും. അതിന്റെ കൂടെ ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേർ, ഈ രണ്ട് വാക്കുകളിൽ ഏതെങ്കിലും ഒരെണ്ണം വയ്ക്കും. ഇതെന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ബി എന്ന വെർബിന്റെ പാസ്റ്റ് ഫോമിലുള്ള രൂപമാണ്. ഈ ഫോമിലുള്ള രൂപമാണ് വാസ്, വേർ. നേരത്തെ ക്ലാസ്സിൽ കണ്ടു, വാസ് എന്നുള്ളത് സിംഗുലർ ആണ്, വേർ എന്നുള്ളത് പ്ലൂറൽ ആണ്. ഈ വാസ് അല്ലെങ്കിൽ വേർ അതിൽ ഒരെണ്ണം വയ്ക്കും. സിംഗുലർ ആണെങ്കിൽ വാസ് വയ്ക്കും, പ്ലൂറൽ ആണെങ്കിൽ വേർ വയ്ക്കും. അതിന്റെ കൂടെ ബേസ് ഫോം വയ്ക്കും. ബേസ് ഫോം, ആദ്യത്തെ ഫോം. ബേസ് ഫോമിന്റെ കൂടെ ing കൂടി ചേർക്കും. ing ഫോം എന്ന് അതിനെ പറയാറുണ്ട്. അപ്പൊ റൈറ്റിന്റെ കൂടെ ആണെങ്കിൽ റൈറ്റിംഗ്. ഇത് നമ്മൾ കണ്ടതാണ്. ഞാൻ എഴുതുകയായിരുന്നു എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ വാസ് റൈറ്റിംഗ്, ഐ വാസ് റൈറ്റിംഗ്, ഐ വാസ് റൈറ്റിംഗ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഐ എന്നുള്ളത് സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഐ മിക്കപ്പോഴും പ്ലൂറൽ ആയിട്ടാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. ചിലപ്പോൾ ഐ എന്നുള്ളത് പ്രത്യേകമായിട്ട് ഉപയോഗിക്കും. ചില സ്ഥലങ്ങളിൽ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കും. അങ്ങനെ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഓക്കെ, ഐ വാസ് റൈറ്റിംഗ് എന്നേ പറയുള്ളൂ. ഞാൻ എഴുതുകയായിരുന്നു, ഞാൻ എഴുതുകയായിരുന്നു. അത് ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെയാണ്? ഐ വാസ് റൈറ്റിംഗ്, ഐ വാസ് റൈറ്റിംഗ്. ഞാൻ പോവുകയായിരുന്നു, ഐ വാസ് ഗോയിങ്. ഞാൻ ഉറങ്ങുകയായിരുന്നു, ഐ വാസ് സ്ലീപ്പിംഗ്. അങ്ങനെ നമ്മൾ വാചകങ്ങൾ ഉണ്ടാക്കും. ഇവിടെ എഴുതിയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഐ, ഞാൻ, ഇവിടെ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുക. ഹി, അവൻ, സിംഗുലർ. ഷീ, അവൾ, സിംഗുലർ. രാജു ഒരാളാണ്, സിംഗുലർ. സീത, സിംഗുലർ. മൈ ഫ്രണ്ട്, സിംഗുലർ, ഒരാളേ ഉള്ളൂ. അതിന്റെ കൂടെ വാസ് ഉപയോഗിക്കുന്നു. നമുക്കിനി ഇവ നോക്കാം. ഐ വാസ് റൈറ്റിംഗ് എ സ്റ്റോറി, ഐ വാസ് റൈറ്റിംഗ് എ സ്റ്റോറി. നിങ്ങൾ പഠിക്കുമ്പോഴും ഈ രീതിയിൽ പഠിക്കണം. ഐ വാസ് അത് ഒരുമിച്ച് പറയണം, ബാക്കിയുള്ളത് അതിനുശേഷം. ഐ വാസ് റൈറ്റിംഗ് എ സ്റ്റോറി, ഞാനൊരു കഥ എഴുതുകയായിരുന്നു. ഐ വാസ് റീഡിങ് എ ബുക്ക്, ഞാനൊരു പുസ്തകം വായിക്കുകയായിരുന്നു. ഐ വാസ് ക്ലീനിങ് ദ റൂം, ഞാൻ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നു. ഐ വാസ് കട്ടിംഗ് എ ട്രീ, ഞാനൊരു മരം മുറിക്കുകയായിരുന്നു. ഐ വാസ് ഡൂയിങ് ദ ഹോംവർക്ക്, ഞാൻ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. ഐ വാസ് ടീച്ചിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു. ഹി വെച്ച് ഇതേപോലെ തന്നെയാ. ഹി വാസ് റൈറ്റിംഗ് എ സ്റ്റോറി, അവൻ ഒരു കഥ എഴുതുകയായിരുന്നു. ഹി വാസ് റീഡിങ് എ ബുക്ക്, അവൻ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. ഹി വാസ് ക്ലീനിങ് ദ റൂം, അവൻ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നു. ഹി വാസ് കട്ടിംഗ് എ ട്രീ, അവൻ ഒരു മരം മുറിക്കുകയായിരുന്നു. ഹി വാസ് ഡൂയിങ് ദ ഹോംവർക്ക്, അവൻ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. ഹി വാസ് ടീച്ചിങ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു. ഷീ, അവൾ, ഇതേപോലെ തന്നെയാ. ഷീ വാസ് റൈറ്റിംഗ് എ സ്റ്റോറി, അവൾ ഒരു കഥ എഴുതുകയായിരുന്നു. ഷീ വാസ് റീഡിങ് എ ബുക്ക്, അവൾ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. ഷീ വാസ് ക്ലീനിങ് ദ റൂം, അവൾ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നു. ഷീ വാസ് കട്ടിംഗ് എ ട്രീ, അവൾ ഒരു മരം മുറിക്കുകയായിരുന്നു. ഷീ വാസ് ഡൂയിങ് ദ ഹോംവർക്ക്, അവൾ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. ഷീ വാസ് ടീച്ചിങ് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു. രാജു അതേപോലെ തന്നെ സിംഗുലർ ആണ്, വാസ് ഉപയോഗിക്കുന്നു. രാജു വാസ് റൈറ്റിംഗ് എ സ്റ്റോറി, രാജു ഒരു കഥ എഴുതുകയായിരുന്നു. രാജു വാസ് റീഡിങ് എ ബുക്ക്, രാജു ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. രാജു വാസ് ക്ലീനിങ് ദ റൂം, രാജു റൂം ക്ലീൻ ചെയ്യുകയായിരുന്നു. രാജു വാസ് കട്ടിംഗ് എ ട്രീ, രാജു ഒരു മരം മുറിക്കുകയായിരുന്നു. രാജു വാസ് ഡൂയിങ് ദ ഹോംവർക്ക്, രാജു ഹോംവർക്ക് ചെയ്യുകയായിരുന്നു.
രാജു വാസ് ടീച്ചിങ് ഇംഗ്ലീഷ്. രാജു ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു. അടുത്തത് സീത, അത് സിംഗുലർ ആണ്. ഇതേപോലെ തന്നെയാണ്. സീത വാസ് റൈറ്റിംഗ് എ സ്റ്റോറി. സീത ഒരു കഥ എഴുതുകയായിരുന്നു. സീത വാസ് റീഡിങ് എ ബുക്ക്. സീത ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. സീത വാസ് ക്ലീനിങ് ദ റൂം. സീത റൂം ക്ലീൻ ചെയ്യുകയായിരുന്നു. സീത വാസ് കട്ടിംഗ് എ ട്രീ. സീത ഒരു മരം മുറിക്കുകയായിരുന്നു. സീത വാസ് ഡൂയിങ് ദ ഹോംവർക്ക്. സീത ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. സീത വാസ് ടീച്ചിങ് ഇംഗ്ലീഷ്. സീത ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു. അത് മൈ ഫ്രണ്ട്, സിംഗുലറാ. മൈ ഫ്രണ്ട് ഒരാളേ ഉള്ളൂ. ഫ്രണ്ട്സിനായിരുന്നെങ്കിൽ നമുക്ക് വാസ് വയ്ക്കാൻ പറ്റില്ല, അപ്പൊ വേർ വയ്ക്കണമായിരുന്നു. മൈ ഫ്രണ്ട് വാസ് റൈറ്റിംഗ് എ സ്റ്റോറി. എന്റെ ഫ്രണ്ട് ഒരു കഥ എഴുതുകയായിരുന്നു. മൈ ഫ്രണ്ട് വാസ് റീഡിങ് എ ബുക്ക്. എന്റെ ഫ്രണ്ട് ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. മൈ ഫ്രണ്ട് വാസ് ക്ലീനിങ് ദ റൂം. എന്റെ ഫ്രണ്ട് റൂം ക്ലീൻ ചെയ്യുകയായിരുന്നു. മൈ ഫ്രണ്ട് വാസ് കട്ടിംഗ് എ ട്രീ. എന്റെ ഫ്രണ്ട് ഒരു മരം മുറിക്കുകയായിരുന്നു. മൈ ഫ്രണ്ട് വാസ് ഡൂയിങ് ദ ഹോംവർക്ക്. എന്റെ ഫ്രണ്ട് ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. മൈ ഫ്രണ്ട് വാസ് ടീച്ചിങ് ഇംഗ്ലീഷ്. എന്റെ ഫ്രണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു. ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് നമ്മൾ ആദ്യത്തെ വാചകം കണ്ട്, ഞാൻ എഴുതുകയായിരുന്നു. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്. സാധാരണ 4 വാചകങ്ങൾ കാണും. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് മലയാളം ഇംഗ്ലീഷ്, മലയാളം ഇംഗ്ലീഷ്, ആ രീതിയിൽ അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. പുതിയ വാചകങ്ങൾ പറയാനൊക്കെ ശ്രദ്ധിക്കുക. അർത്ഥമുള്ള വാചകങ്ങളായിരിക്കണം. അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹി വാസ് പ്ലേയിങ്, അവൻ കളിക്കുകയായിരുന്നു. ഹി വാസ് സ്ലീപ്പിംഗ്, അവൻ ഉറങ്ങിയായിരുന്നു. ഹി വാസ് സ്റ്റഡിയിങ്, അവൻ പഠിക്കുകയായിരുന്നു. ആ രീതിയിൽ നമ്മൾ വാചകങ്ങൾ ഉണ്ടാക്കുക. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് എങ്കിലും പഠിക്കണം. ഈ 4 ഫോം അറിഞ്ഞിരിക്കണം വെർബ്സിന്റെ. അതുപോലെ തന്നെ പുതിയ വാക്കുകൾ പഠിക്കാൻ നോക്കണം. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000 വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം.
ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് കാണുന്നത് നമ്മളെ വെർബുകളുടെ ലിസ്റ്റിലെ 13ാമത്തെ ലിസ്റ്റാണ്. വെർബുകളുടെ ധാരാളം രൂപങ്ങളിലെ 4 രൂപങ്ങളാണ്. ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ എല്ലാ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവ അറിയാതെ ഇംഗ്ലീഷ് ഭാഷ എഴുതാനോ സംസാരിക്കാനോ സാധിക്കുകയില്ല. അപ്പൊ ഇവ നമ്മൾ ശരിക്കും പഠിക്കണം. പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇംഗ്ലീഷില്. ഉച്ചാരണവും സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ടെന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ് പഠിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. Bear, bore, born, beat, bet, beaten. ശ്രദ്ധിക്കണം, പാസ്റ്റ് ഫോമിന്റെ സ്പെല്ലിങ്ങും പ്രസന്റ് ഫോമിന്റെ സ്പെല്ലിങ്ങും ഒരേപോലെയാണ്. ഉച്ചാരണം വ്യത്യാസമുണ്ട്. ബീറ്റ്, ബെറ്റ്, ബീറ്റൺ ആണ്. ബൈറ്റ്, ബിറ്റ്, ബിറ്റൺ. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ചൂസ്, ചോസ്, ചോസൺ. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ഈറ്റ്, എറ്റ്, ഈറ്റൺ. ഇവിടെ പ്രത്യേകതയുണ്ട് ഈ വെർബുകളുടെ. ഇത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളിൽ നമ്മൾ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഇ ഡി എന്നോ ഡി എന്നോ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. തുടങ്ങാം. ഡിസഗ്രി, ഡിസഗ്രീഡ്, ഡിസഗ്രീഡ്. ഡ്രൗൺ, ഡ്രൗണ്ട്, ഡ്രൗണ്ട്. ഫ്രൈ, ഫ്രൈഡ്, ഫ്രൈഡ്. Harm, harmed, harmed. Excite, excited, excited. Force, forced, forced. Hug, hugged, hugged. Hope, hoped, hoped. Hum, hummed, hummed. Instruct, instructed, instructed. Interfere, interfered, interfered. Invent, invented, invented. Irritate, irritated. Entertain, entertained, entertained. Jog, jogged, jogged. Heat, heated, heated. Join, joined, joined. Last, lasted, lasted. Preserve, preserved, preserved. Prevent, prevented, prevented. Produce, produced, produced. Promise, promised, promised. ഓർക്കുക, ഈ വെർബുകള് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഇവയുടെ ഉച്ചാരണം പഠിക്കണം, അർത്ഥവും പഠിക്കണം. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ചില വെർബുകളിലേക്ക് സിംഗുലർ ആകുമ്പോൾ ചില സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് എഴുതാൻ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. അപ്പൊ ഈ വെർബുകളൊക്കെ നന്നായിട്ടൊക്കെ പഠിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.